ഹലോ എവ്രി വൺ, ഇന്നത്തെ കുട്ടി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് ചിക്കൻ ബോൺലെസ് ആണ്, പിന്നെ കുറച്ച് ചൂടുവെള്ളം, കുറച്ച് ഉണക്കമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് കോൺഫ്ലവർ, ഉപ്പ്, കുരുമുളക് പൊടി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചില്ലി സോസ് റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് ഉണക്കമുളകിൽ കുറച്ച് വിനീഗറും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കാം. അതൊന്ന് സോക്കായി അരച്ചെടുക്കാൻ പരുവത്തിലാവുമ്പോഴേക്കും നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് കോൺഫ്ലവർ, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഒരു മുട്ട കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നത്. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കാം. പൊടികളൊക്കെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിന് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എല്ലാം കുറച്ചേ ഇട്ടിട്ടുള്ളൂ. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു 30 മിനിറ്റ്സ് റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചെറിയ ഉരുളി വെച്ചിട്ട് അതിനാവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചിക്കൻ പീസ് അതിൻ്റെ അകത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ അത്യാവശ്യം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് വേവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചില്ലി ചിക്കൻ ഭയങ്കര ഡ്രൈ ആയി പോകും. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ഫസ്റ്റ് പോർഷൻ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള ചിക്കൻ കൂടി ആഡ് ചെയ്ത് അതും ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം ആയപ്പോൾ തന്നെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ചില്ലി ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. കുറച്ച് ജിഞ്ചർ ഗാർലിക് ചെറുതായി ചോപ്പ് ചെയ്തത്, ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ആൻഡ് സോയ സോസ്, പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഉണക്കമുളക് ഗ്രൈൻഡ് ചെയ്തെടുത്തത്, ഒരു സവാള, കുറച്ച് ക്യാപ്സിക്കം, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലിൽ തന്നെ ആട്ടോ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ നമുക്കിത് നല്ല രീതിയിലൊന്ന് സ്റ്റർ ചെയ്തെടുക്കാം. ഇതങ്ങനെ മൊരിഞ്ഞ് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു പച്ചമണം മാറി കിട്ടിയാൽ മാത്രം മതിയേ. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഓനിയൻസ് ക്യൂബായിട്ട് കട്ട് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഓനിയൻസ് കൂടി നമുക്കൊന്ന് സോട്ടേ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഓനിയൻസും അധികം ഫ്രൈ ആവാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് സോട്ടേ ചെയ്തെടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെയും ഓനിയൻസിൻ്റെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് നോക്കിയിട്ട് വേണം കേട്ടോ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവും. ചില്ലി ചിക്കൻ അത്ര എരിവിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി ഈ സോസ് ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഷുഗർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചില്ലി സോസ് അത്യാവശ്യം ഡ്രൈ ആയിട്ട് നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസും സോയ സോസും ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അതുകൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നല്ല ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ഡ്രൈ ആയി കിട്ടിയിട്ടുള്ള മിക്സിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലാണ് നമുക്ക് ചിക്കൻ നല്ല സോക്കായി കിട്ടത്തുള്ളൂ. ഇനി ഈ ഗ്രേവി നല്ല രീതിക്കൊന്ന് ബോയിലായി വരുമ്പോഴേക്കും നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തിട്ട് ചിക്കനിലേക്ക് മസാല ഒന്ന് പിടിക്കുന്നവരെ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കനിലേക്ക് വെള്ളം ഇറങ്ങുമ്പോഴേക്കും ഇത് നല്ല രീതിക്ക് ഡ്രൈ ആയിട്ട് വരുവേ. അപ്പോൾ അത്യാവശ്യം ഗ്രേവി കൺസിസ്റ്റൻസി ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈസി ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ.